അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ഹൈവേ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. I-44 ഫോളോ ചെയ്ത് വരുന്നു. അത്താണി ജംഗ്ഷനും കഴിഞ്ഞ് കരിയാട് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഓപ്ഷൻസ് മാറുന്ന പോയിന്റ്സ്. ഒന്നുപോലെ നമ്മൾ NH 544 വഴി തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്കമാലിയിൽ വരിക, KSRTC സ്റ്റാൻഡും കഴിഞ്ഞ് കരയാമ്പറമ്പിന് മുമ്പ് വെച്ച് നിർത്തുക, അതൊരു ഓപ്ഷൻ. ആ ഓപ്ഷനിലാണ് സ്പർ ലൈൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ബ്രാഞ്ച് ലൈൻ. ആ ബ്രാഞ്ച് ലൈൻ കരിയാട് മുതൽ സിയാൽ ട്രേഡ് ഫെയർ സെൻറ്ററിൻ്റെ ബാക്കിൽ കൂടെ എയർപോർട്ട് വഴി ഈ എയർപോർട്ട് കഴിഞ്ഞ് ഫ്രണ്ട് വരെ കൊണ്ടുപോയി നിർത്തുക, അതൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ അത്താണിയിൽ നിന്ന് തിരിഞ്ഞ് ഗോൾഫ് കോഴ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി സിയാൽ ട്രേഡ് ഫെയർ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെ മാരിയറ്റ് ഹോട്ടലും താജ് ഹോട്ടലും കഴിഞ്ഞ് നിർത്തുക. ഇതാണ് സ്പർ ലൈനിൻ്റെ ഓപ്ഷൻ ഉള്ളത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്, അലൈൻമെൻറ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആലുവയിൽ നിന്ന് അത്താണി, കരിയാടിൽ നിന്ന് സിയാൽ ട്രേഡ് ഫെയർ സെൻറ്ററിൻ്റെ ബാക്കിൽ കൂടെ വന്ന് എയർപോർട്ട് റോഡിലൂടെ പോയി നായത്തോട്, കാവരപ്പറമ്പ്, അരിക്കല MC റോഡിൻ്റെ ജംഗ്ഷൻ, അത് കഴിഞ്ഞ് MC റോഡ് തന്നെ ഫോളോ ചെയ്ത് LFൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്കമാലി KSRTC സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി അങ്കമാലി നോർത്ത് വരെ. ഈ കാണിച്ചിരിക്കുന്ന അലൈൻമെൻറ്റിൽ 2 ഓപ്ഷൻസ് ഇനിയുണ്ട്. നമുക്ക് ഫുള്ളി അണ്ടർഗ്രൗണ്ട്, അതായത് കരിയാട് മുതൽ ഫുള്ളി അണ്ടർഗ്രൗണ്ട് ആയ ഒരു ഓപ്ഷൻ അങ്കമാലി KSRTC സ്റ്റാൻഡ് കഴിയുന്നവരെ, അതൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ഏരിയ മാത്രം അണ്ടർഗ്രൗണ്ട് സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ഓപ്ഷൻസാണ് ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻസിന് അതിൻ്റേതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് സെക്ഷൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കൂടുതലാണ്. നമുക്ക് എലിവേറ്റഡ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ചിലവ് വരും അണ്ടർഗ്രൗണ്ട് ചെയ്യുമ്പോൾ. എന്നാൽ അതേസമയം അണ്ടർഗ്രൗണ്ട് പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് അക്വിസിഷൻ കുറയ്ക്കാം, ആൾക്കാർക്ക് വീട് നഷ്ടപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും സ്ഥാപനങ്ങൾക്കുണ്ടാവുന്ന ഡാമേജസ് നമുക്ക് ഇല്ലാതാക്കാം. പ്രത്യേകിച്ച് MC റോഡ് ഏരിയ എന്ന് പറയുന്നത് വളരെ തിക്ലി പോപ്പുലേറ്റഡും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ്. എലിവേറ്റഡ് ഓപ്ഷൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പകുതിയേ വരത്തുള്ളൂ. പക്ഷേ അതേസമയം അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് നല്ല രീതിയിൽ വരും. അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 22 മീറ്റർ എങ്കിലും വീതി വേണം. ഇപ്പം നിലവിൽ ഒരു 12 മീറ്ററൊക്കെ വീതിയുള്ളൂ. MC റോഡിൻ്റെ ഏരിയ ആണ് ഞാൻ ഈ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഒരു 22 മീറ്ററിലേക്ക് വീതി കൂട്ടുമ്പോൾ ആ സൈഡിൽ വരുന്ന സ്ഥാപനങ്ങളെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 2 ഡിഫറെൻ്റ് അലൈൻമെൻറ്റ് ഓപ്ഷൻസിൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ടും എലിവേറ്റഡും ഓപ്ഷൻസാണ് ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ നമ്മൾ കോറിഡോർ നോക്കുകയാണെങ്കിൽ ആലുവ ടു കരിയാട് 8 കിലോമീറ്റർ ഉണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള ലാൻഡ് മാർക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് കോളേജ്, ക്യാംകോ, അതെല്ലാം കവർ ചെയ്യും. ജുഡീഷ്യൽ അക്കാഡമി ഒക്കെ കവർ ചെയ്യും. കരിയാട് തൊട്ട് ലിറ്റിൽ ഫ്ലവർ ചർച്ച്, നമ്മുടെ ഓൾഡ് എയർപോർട്ട് റോഡിലുള്ള ചർച്ച് വരെ, അവിടെ നമ്മൾ റോഡിന് വീതി വളരെ കുറവാണ്. 7 മീറ്റർ മുതൽ 14 മീറ്റർ വരെ അവിടെ ഉള്ളൂ. പിന്നെ ഉള്ളത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് തൊട്ട് അങ്കമാലി ജംഗ്ഷൻ വരെ, അവിടെയും 14 മീറ്റർ തൊട്ട് 30 മീറ്റർ വരെ നമുക്ക് വീതിയുള്ളൂ, വഴിക്കുള്ള വീതി. പിന്നെ ഉള്ളത് അങ്കമാലി ജംഗ്ഷൻ ടു കരയാമ്പറമ്പാണ്. അത് 20 തൊട്ട് 30 മീറ്റർ ഹൈവേ ഏരിയ ആയതുകൊണ്ട് അവിടെ നമുക്ക് വീതിയുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബേസിസിൽ ഇതൊരു നല്ലൊരു വേദിയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെയും ഇൻപുട്സ് കിട്ടുക എന്നുള്ളത്. ഫസ്റ്റ് റൗണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു, സെക്രട്ടറി സാറായിട്ടും അന്നത്തെ ചെയർപേഴ്സണായിട്ടും ഞങ്ങളൊരു ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ടൗണിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് അന്ന് തന്നിരുന്നു. അപ്പോൾ ഇത് ഒരു 4-5 മാസം മുമ്പാണ് ഇതുണ്ടായത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.